സ്വന്തം ഹൗസ് ഓണറാണ്. പുള്ളിക്കാരി ടെത്തായതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച പണിയിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പുള്ളിക്കാരി എന്താ ഈ ഇല കൊണ്ട് കാണിക്കുന്നതെന്ന്. ഇത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ടെത്ത് സ്പെഷ്യൽ ഫുഡാണ്. ഇതിൻ്റെ പേര് ബാൻചോങ്. പുള്ളിക്കാരി ടെത്തിന് തലേദിവസം തന്നെ ഇലകളൊക്കെ വാട്ടി അതിന് വേണ്ട ചേരുവകളൊക്കെ സെറ്റാക്കി ഈ സാധനങ്ങളൊക്കെ ഇലയിൽ വെച്ച് മടക്കി തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്യും. അങ്ങനെയാണ് ഈ ഫുഡ് ഐറ്റം അവരുണ്ടാക്കുന്നത്. ഈ ഒരു ഫുഡ് ഐറ്റത്തിനെ പറ്റി നമ്മുടെ ഹൗസ് ഓണർ ഒരുപാട് പറഞ്ഞു തന്നെങ്കിലും വിയറ്റ്നാമീസിൽ ഭയങ്കരമായ പാണ്ഡിത്യം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊന്നും മനസ്സിലായില്ല. അതിൽ ടെത്തെന്ന് പറഞ്ഞ കാര്യം മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ. Các cháu nó bánh không thịt nó không ăn. Phải bánh có thịt cơ, thịt đường. For Tet. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം സാധനം ഞങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അത് മെല്ലെ പൊളിച്ച് അത് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിനുള്ളിലുള്ള സാധനം എന്താണെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രാജകുമാരനായ ലാംഗ്ലിനുമാണ് ഈ ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മക്കൾക്ക് കൊടുത്ത ഒരു ടാസ്കിൽ നിന്നാണ് ഈ ഒരു ഫുഡ് ഐറ്റം ഉണ്ടായിട്ടുള്ളത്. അതായത് നമ്മൾ ടെറ്റ് ദിനത്തിൽ പൂർവികർക്ക് ആത്മാർത്ഥതയോടെ കൊടുക്കുന്ന ഒരു വിഭവം. അത് ഏതാണോ അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവരായിരിക്കും ആ രാജ്യത്തെ അടുത്ത ഭരണാധികാരി. നമ്മുടെ രാജാവിൻ്റെ ഏറ്റവും ദരിദ്രനായ മകനായിരുന്നു നമ്മുടെ കഥാനായകനായിട്ടുള്ള ലാൻലിനു. അദ്ദേഹത്തിന് ദൈനംദിന ചേരുവകളായിട്ടുള്ള അരി, പന്നിയിറച്ചി എന്നിവ വെച്ചിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നു. ഈ ലളിതമായ ചേരുവകൾ ഉപയോഗിച്ച് അദ്ദേഹം വൃത്താകൃതിയിലുള്ള ഒരു കേക്കും, അത് ബാൻ ഗീ എന്നും, അതേപോലെ തന്നെ ചതുരാകൃതിയിലുള്ള ഒരു കേക്ക് ബാൻ ചോങ് എന്നും, അങ്ങനെ 2 കേക്കുകൾ പൂർവികർക്ക് വേണ്ടി ഉണ്ടാക്കുകയുണ്ടായി. അങ്ങനെ ഈ ഒരു കേക്ക് പൂർവികരോടുള്ള ബഹുമാനത്തിന്റെ മികച്ച പ്രതിനിധാനമാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ അദ്ദേഹം രാജാവാകുകയും ചെയ്തു. ഇതാണ് ഇതിന് പിന്നിലുള്ള ഒരു കഥ. അപ്പോൾ കാദ്യമൊക്കെ കേട്ട് കഴിഞ്ഞില്ലേ? ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഈ ഒരു ഫുഡ് ഐറ്റം തുറന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്റ്റിക്കി റൈസ് ആയതുകൊണ്ട് തന്നെ ഇല പൊളിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവർ അരി അങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് അത് വേവുന്നത് വരെ അതിലിട്ടിങ്ങനെ പുഴുങ്ങി എടുക്കുകയാണ് ചെയ്യുക. നല്ലപോലെ നല്ല പശമയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളതൊക്കെ മുറിച്ചെടുത്തു. ഇതിൽ മെയിൻ ചേരുവ എന്ന് പറയുന്നത് റൈസ് തന്നെയായിരുന്നു. റൈസും അതേപോലെ തന്നെ ചെറുപയർ പരിപ്പ്, നമ്മുടെ ശർക്കര, പന്നി, ഇതിൻ്റെ ഉള്ള ഒരു മിക്സ്ഡായിരുന്നു ഈ ഒരു ഫുഡ് ഐറ്റം. പന്നിയും ഈ ഒരു ശർക്കരയും എങ്ങനെ മാച്ചപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു ഈ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങളത് കഴിച്ചു നോക്കി, കുഴപ്പമില്ല, അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ഞങ്ങൾ ചെറിയൊരു കഷ്ണേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പോരാത്തതിന് ഞങ്ങൾക്ക് 2 വെറൈറ്റി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഒന്നിൽ പന്നി ഇട്ടതും ഒന്നിൽ പന്നി ഇടാത്തതും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.